ഇത്രയേറെ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തിയ ഒരാളാണെങ്കിലും നമ്മളെയും ഭീതിപ്പെടുത്തി അല്ലെങ്കിൽ ഉലച്ചു കളഞ്ഞ ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രോസസ്സ് പൂർത്തിയാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ അതിൽ നിന്ന് എടുത്തോ അതൊക്കെ തിരിച്ച് വയറ്റത്തും നെഞ്ചത്തും ഒക്കെ ഇട്ടതിന് ശേഷം വീണ്ടും തുന്നി കെട്ടുക. ഈ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് കതിന നിറച്ചുകൊണ്ടിരുന്ന ഒരു 9-10 പേര് മരിച്ചുപോയി. ചാക്കിലാണ് കൊണ്ടുവന്നേക്കുന്നത് മൃതദേഹങ്ങൾ പലതും പല ഭാഗങ്ങൾ. അത് വാരിക്കെട്ടി കൊണ്ടുവരികയാണ്, അല്ലല്ല, എല്ലാം കൂടെ വാരിക്കെട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. ഈ ബോഡി മാറിപ്പോയ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ട് വന്നിട്ടുണ്ടോ? ബോഡി മാറിപ്പോയെന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻസിഡൻറ്റ് കാലിക്കറ്റിലുണ്ടായിട്ടുണ്ട്. മറ്റൊരാൾ കുത്തുന്നതും ഒരാൾ സ്വയം കുത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്നിട്ട് കണ്ടെത്താൻ പറ്റുമോ? വെടിവെച്ച കേട്ടു, ഇങ്ങനെ ചെയർ ഇരുന്നിട്ട് മറിഞ്ഞടിച്ച് തറയിൽ വീഴുന്നു. അസാധാരണമായൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഡെഡ് ബോഡി ഓൾറെഡി എക്സ്യൂംഡ്. അപ്പോൾ ഞാൻ ബോഡിയുടെ അടുത്ത് പോയി നോക്കിയിട്ട് പറഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്ക് ഒന്നുമില്ല, ഇത് തോക്കുകൊണ്ട് വെടിവെച്ചതാണ്. ഞാൻ കുഴിക്കകത്ത് ഇറങ്ങി കംപ്ലീറ്റ് പരതി, കൈകൊണ്ട് തന്നെ പരതി. ഇന്ന് ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ എൻ രാജാറാമാണ്. വളരെ പ്രശസ്തനായ ഫോറൻസിക് സർജനാണ് ഡോക്ടർ എൻ രാജാറാം. അദ്ദേഹത്തിൻ്റെ ദീർഘമായ കരിയറിൻ്റെ ജീവിത കാലഘട്ടത്തിൻ്റെ കഥകൾ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. ഈ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് ഒരു ബോഡി വരുമ്പോൾ തന്നെ ഈ ഇത്രയേറെ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തിയ ഒരാളാണെങ്കിലും നമ്മളെയും ഭീതിപ്പെടുത്തി അല്ലെങ്കിൽ ഉലച്ചു കളഞ്ഞ ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ അപ്പോഴത്തേക്കും ഈ നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ തന്നെയാണോ ഈ പോസ്റ്റ്മോർട്ടം റൂമിലേക്ക് കയറി ചെല്ലുന്നത്? അത് ഈ പറഞ്ഞ പോയിൻ്റ് നമ്മൾ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഫീലിങ്സ് വരാം. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമുക്കൊരു പ്രയാസം വരാം, നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരാൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, വളരെ വികൃതമായ രൂപത്തിലൊക്കെയുള്ള മൃതദേഹങ്ങൾ മുമ്പിൽ വന്ന് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഈ ദീർഘകാലത്തെ പരിശീലനവും പിന്നീടുള്ള പ്രൊഫഷണൽ ലൈഫും എല്ലാം ചേർന്ന് നമ്മളെ അങ്ങനെ രൂപപ്പെടുത്തുന്നതാണോ? അതിനൊരു അലവൻസ് കൊടുക്കണം. ഈ പറഞ്ഞ പ്രോസസ്സ് പൂർത്തിയാകുന്നത് എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ? ഈ പ്രോസസ്സ് പൂർത്തിയാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ അതിൽ നിന്ന് എടുത്തോ അതൊക്കെ തിരിച്ച് നമ്മുടെ വയറ്റത്തും നെഞ്ചത്തും ഒക്കെ ഇട്ടതിന് ശേഷം വീണ്ടും തുന്നി കെട്ടുക. ഈ ബ്രെയിൻ അവിടെ വെക്കത്തില്ല, ഇതിനകത്തോടെ തന്നെ പോകും, വയറ്റിൽ തന്നെ ഇടും. ചില കേസസിൽ അവർ പറയും നമുക്ക് ദൂരെ കൊണ്ടുപോകാനുണ്ട്, 1 ദിവസമോ 1.5 ദിവസമോ എടുക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ കൊടുത്തയച്ചാൽ അത് വേറെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഓർഗൻസ് എന്തൊക്കെ എടുത്തോ അതൊക്കെ വേറൊരു പ്ലാസ്റ്റിക് ചാക്കിലോ എന്തെങ്കിലും കെട്ടിയിട്ട് ഇതിനകത്ത് കോട്ടൺ നിറച്ച് ഫോർമലിൻ കൂടെ നിറച്ച് ഒരു പാർഷ്യൽ പ്രിസർവേഷൻ ഇതിന് ചെയ്ത് കൊടുക്കും. ഈ ആന്ത്രാവയവങ്ങൾ വേറെ ചാക്കി കെട്ടിയത് അതും കൊടുത്തു വിടും. ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ സാധാരണ ചില ബോഡികൾ എംബാം ചെയ്യുന്നുണ്ടല്ലോ, അത് അവിടെ തന്നെയാണോ ചെയ്യുക? അതോ അല്ല, എംബാം ചെയ്യുന്നത് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ ഡൈ അണ്ടർ പ്രഷർ വേണം ഇഞ്ചെക്ട് ചെയ്യാനായിട്ട്. അത് അവരുടെ അടുത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതുപോലെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് സമയം എടുക്കുന്നതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇതുപോലെ ഓർഗൻസൊക്കെ വേറെ ഇതിലാക്കിയിട്ട് അതിനകത്ത് കോട്ടൺ നിറച്ചിട്ട് ഫോർമലിൻ കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഫർദറായിട്ട് വയറിനകത്ത് കംപ്ലീറ്റ് നിറയ്ക്കും, കോട്ടൺ നിറയ്ക്കും. എന്നിട്ട് ഫോർമലിൻ ഇട്ടിട്ട് തുന്നും. അത് ലീക്കില്ല? അല്ല, ലീക്ക് അത്ര ഇത് വരത്തില്ല. അത് കുറച്ച് പിന്നെ അവർ തുണിയൊക്കെ കൊണ്ടുവരുമല്ലോ, ആ തുണിയൊക്കെ വെച്ച് കെട്ടും. എന്നാലും ഒരു ഈ ആംബുലൻസിനകത്ത് വേറെ ആൾക്കൂടെ ഇരിക്കാൻ പറ്റത്തില്ല, എങ്ങനെയായാലും ഫ്യൂംസ് വെളിയിൽ വരും. ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അത് വളരെ ഇതായിട്ട് ചോദിക്കാറുള്ളൂ. ഞാൻ എൻ്റെ അറിവിൽ 1-2 കേസിലേ ചെയ്തിട്ടുള്ളൂ. അതായത് അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരുമ്പോഴൊക്കെയാണോ ഇങ്ങനെ ചെയ്യേണ്ടി വരിക അല്ലേ? അന്യ സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതിനേക്കാളും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെഡ് ബോഡി വാസ് സബ്ജക്റ്റഡ് ടു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇതിൻ്റെ ക്രൈം നമ്പർ ഇത്രയാണ്, ഇതിൽ ഇന്ന പോലീസ് സ്റ്റേഷനിൽ ഇൻവോൾവ് ആണ്, ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ ബോഡി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമായിട്ട് വരും. അതുപോലെ ഒരേ ദിവസം തന്നെ
നിരവധി മൃതദേഹങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ കൂട്ടക്കൊലകൾ അല്ലെങ്കിൽ വലിയ ആക്സിഡൻറ്റുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം നിരവധി മൃതദേഹങ്ങളെ ഒരേ സമയം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഉണ്ട്. ഈ തൃശ്ശൂർ പൂരമനുബന്ധിച്ച് മെഡിക്കൽ കോളേജിനടുത്ത് ഈ കതിന നിറച്ചുകൊണ്ടിരുന്ന ഒരു 9-10 പേര് മരിച്ചുപോയി. അത് പലതും മ്യൂട്ടിലേറ്റഡ് ആയിരുന്നു ബോഡി. ശരി. ഇതാരുടേതാണ് ഈ ഓരോ ശരീരഭാവം എങ്ങനെ തിരിച്ചറിയപ്പോൾ? തിരിച്ചറിയാൻ പ്രയാസമാണ്. നമുക്ക് ഉദ്ദേശം വെച്ചിട്ടേ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി. അതിനെ ചൊല്ലി എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആക്സിഡൻ്റ് ഉണ്ടായതിൻ്റെ രാത്രി ഒരു ഫോൺ കോള് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ ഇത് ഉണ്ടായിട്ടുണ്ട്, എന്താ ചെയ്യാന്ന്. എന്താണ് ഫോൺ കോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാക്കിലാണ് കൊണ്ടുവന്നേക്കുന്നത് മൃതദേഹങ്ങൾ പലതും പല ഭാഗങ്ങൾ. എത്ര പേര് മരിച്ച സംഭവമാണ് അത് 10 പേരോ 12 പേരോ. ശരി. അത് വാരിക്കെട്ടി കൊണ്ടുവരികയാണ്? അല്ലല്ല, എല്ലാം കൂടെ വാരിക്കെട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 തരത്തിൽ ഇത് സോൾവ് ചെയ്യാം. ഒന്ന്, അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളറൊക്കെ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് എത്ര പേരുണ്ടെന്നുള്ളത് നമ്മൾ വെച്ച് നോക്കുക, എന്നിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണോ കൊണ്ടുവന്നത് അതുപോലെ തന്നെ കോൾഡ് റൂമിൽ വയ്ക്കുക. ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഡോക്ടർ എന്നെ വിളിച്ചു. എൻ്റെ അടുത്ത് ഇത് തന്നെ ചോദിച്ചു. ഞാൻ ഇതേ ആൻസർ തന്നെ കൊടുത്തു. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ 7:30 മണിക്ക് രാവിലെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് കൂടുതലുണ്ട്. അപ്പോൾ DYSP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ മെനക്കെടണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഏതായാലും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോഴും അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയതാരാന്നോ? അന്ന് സാറല്ലായിരുന്നോ? അല്ല, ഞാൻ സൂപ്പർവൈസ് ചെയ്തതേ ഉള്ളൂ. ആൾക്കാർ ഉണ്ട്, ഒരാൾക്ക് 2-3 വെച്ചൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൊടുത്തു. ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമേ അന്ന് ചെയ്യേണ്ടതുള്ളൂ? കാരണം ഈ മരണകാരണം കണ്ടെത്തൽ അല്ല, മരണകാരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ വിറ്റ്നസ്ഡ് ആണ്. അതെ, സ്ഫോടനം എല്ലാം കണ്ടതാണ്. അപ്പോൾ അതിൽ ഈ ഇഞ്ചുറീസ് ഉണ്ട്. ഈ ഇഞ്ചുറീസൊക്കെ സഫീഷ്യൻറ്റ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കാസ് ഡെത്ത്. പിന്നെ ആരും ചലഞ്ച് ചെയ്യുന്നില്ല. അപകടങ്ങൾ ബഹുഭൂരിപക്ഷവും കൂട്ടമരണങ്ങളൊക്കെ ഉണ്ടാകുന്നിടത്ത് ഇത്തരത്തിൽ മരണകാരണം കണ്ടെത്താൻ വേണ്ടിയുള്ള പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യം വരാറില്ലെന്ന് തോന്നുന്നല്ലേ? അതിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ എന്നാലും പറയണം. ഇപ്പോൾ ഒരു മാസ് കാഷ്വാലിറ്റി, ബസ് ആക്സിഡൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ പിന്നെ പോകുന്നത് നമ്മൾ ഫുഡ് എന്താ കഴിച്ചത്, എന്താ ആഹാരം കഴിച്ചു, ബന്ധുക്കളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അത് അപ്രോക്സിമേറ്റ് ആണിത്. ഇതായിട്ടില്ല, പക്ഷേ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഇല്ല. ഈ ബോഡി മാറിപ്പോയ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വന്നിട്ടുണ്ടോ? ബോഡി മാറിപ്പോയെന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻസിഡൻറ്റ് കാലിക്കറ്റിലുണ്ടായിട്ടുണ്ട്. മുസ്ലിം പയ്യൻ ഒരു ട്രാഫിക് ആക്സിഡൻറ്റിൽ മരിച്ചു, അൺനോൺ ആയിട്ട്. അപ്പോൾ അത് കോൾഡ് റൂമിൽ വെച്ചപ്പോൾ പ്രൊഫസർ ഒരു ലോങ് ലീവിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അവിടുത്തെ 2 അറ്റൻഡർമാർ ഒരു പണി പറ്റിച്ചു. ഓൾറെഡി ഒരു ഡെഡ് ബോഡി ഇതുപോലെ അവർ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അറ്റൻഡർക്ക് ഒരു 300 മുതൽ 500 രൂപ വരെ കിട്ടും. ശരി. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ആ ആളിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ പയ്യൻ്റെ ബോഡി എടുത്ത് മറവ് ചെയ്തു. ശരി. മറവ് ചെയ്ത് എനിക്ക് തോന്നുന്നു 1 ദിവസത്തിനകം വലിയ പ്രശ്നമായി. പിന്നെ അത് എക്സ്യൂം ചെയ്താൽ പിന്നെ കൊടുത്തത്. ശരി. അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. പ്രൊഫസറുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നാണ്. ശരി. പിന്നെ അത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു. ശരി. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇരിക്കുമ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തലവേദനയായിട്ട് വരും. പക്ഷേ ഈ ബോഡി ഏറ്റുവാങ്ങുന്ന ആളുകൾക്ക് ഇത് കാണാൻ കഴിയില്ലേ? അല്ല, ഈ ബോഡി ഏറ്റുവാങ്ങലല്ല, അൺനോൺ ആയിട്ടല്ലേ വരുന്നത്, ആൾക്കാരില്ലാതെയാണ് വരുന്നത്. അങ്ങനെയുള്ള ബോഡിയിലാണ് ഇത് ചെയ്തത്. ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ബോഡി മാറി കൊടുത്തിട്ടുണ്ട്, അത് വേറെയുണ്ട്. അത് ഞാൻ പറഞ്ഞ കെയർലെസ്നെസ് കൊടുക്കുന്ന ആളിൻ്റെയും പിന്നെ വാങ്ങിക്കുന്ന ആളിൻ്റെയും ഉത്തരവാദിത്വം ഈക്വലായിട്ടുണ്ട്. സാറ് ഇങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം ഒരു ദിവസം തന്നെ ചെയ്യേണ്ടി വന്നിട്ടുള്ള അവസരങ്ങൾ? ഡ്യൂട്ടി ഡേയിൽ ഒരാളെ കാണത്തുള്ളൂ. അത് ശരി.
അപ്പോൾ രാവിലെ ഡ്യൂട്ടി ഡേയിൽ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് 10 മണി മുതൽ 4 മണി വരെയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ 10 മണി മുതൽ 4 മണി വരെ അല്ല അത് അങ്ങനെ പാടില്ലെന്ന് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം? അതല്ല, അത് സൺലൈറ്റിൻ്റെ കുറവ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ആൾക്കാരും കുറവായിരുന്നു. അതെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ലൈറ്റൊക്കെ ഉള്ള കാലത്ത് സൺലൈറ്റ് വെച്ചിട്ട്, സൺലൈറ്റ് അല്ലല്ലോ ശരിക്കും ഇതിൻ്റെ പ്രകാശത്തിൻ്റെ സോഴ്സ്. അല്ല, അതിൽ ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പോൾ ഇഞ്ചുറീസ് ഒക്കെ വരുന്നില്ലേ, ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ ഏജിങ് ഓഫ് ഇഞ്ചുറീസ് വരും. ഇപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നല്ല റെഡായിട്ടിരിക്കും, പിന്നെ അത് ഒരു ബ്രൗൺ ആകും, പിന്നെ ബ്ലൂ ആകും, പിന്നെ യെല്ലോ ആകും. അപ്പോൾ ഇതൊക്കെ മർഡർ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഇൻഫ്ലിക്റ്റ് ചെയ്തത്? ചില ബോഡീസിൽ ഡിഫറെൻറ്റ് ഏജസിലുള്ള ഇഞ്ചുറീസ് കാണാം. അതൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൺലൈറ്റ് പറയുന്നത്. അത് മോഡിയുടെ ഇത് തന്നെ. മോഡിയാണ് ഫാദർ ഓഫ് ഫോറൻസിക് മെഡിസിൻ ഇൻ ഇന്ത്യ. അപ്പോൾ പുള്ളിയുടെ ഇതിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് 24 hours ഓട്ടോപ്സി വേണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചെയ്യുകയാണ്. ചില സ്ഥലങ്ങളിൽ കുറവുണ്ട്, ആൾക്കാരുടെ കുറവുള്ളതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട്. ശരി. അപ്പോൾ മുമ്പേ പറഞ്ഞു വന്നത് നമ്മൾ എത്ര എണ്ണം വരെ ഒരു ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ ഡ്യൂട്ടിയുള്ള ദിവസം 12 വരെ ചെയ്തിട്ടുണ്ട്. ശരി. അപ്പോൾ ഒരു ശരാശരി ഒരു 6-7 എണ്ണമൊക്കെ ചിലപ്പം മെഡിക്കൽ കോളേജുകളിൽ വരില്ലേ അപകട മരണമൊക്കെ? വരും 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 വരും. മർഡർ കേസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ 12 കേസൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മർഡർ കേസൊക്കെ ആണെങ്കിൽ ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ വേണം. അത് ഇഞ്ചുറീസൊക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാനും ചെയ്യാനും എല്ലാം ഒരു ഡോക്ടറെ കാണത്തുള്ളൂ. പിന്നെ അറ്റൻഡർ ഉള്ളത്, അവരുടെ അസിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ ചിലപ്പോൾ അവർ സഹായിച്ചെന്ന് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ 12 ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലത് പോയിസണിങ് ആയിരിക്കും, ചിലത് ഹാങ്ങിങ് ആയിരിക്കും. അങ്ങനെയൊക്കെ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ മർഡർ കേസ് അതിലൊരു 3 മർഡർ കേസാണെന്നുണ്ടെങ്കിൽ 12 ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നൊക്കെ 4 മണി കഴിഞ്ഞ് ചെയ്യാൻ പാടില്ലെന്നാണ്. 4 മണി വരെ നമുക്ക് റിക്വസ്റ്റ് സ്വീകരിക്കാം. അത് റിക്വസ്റ്റ് സ്വീകരിക്കുകയാണെങ്കിൽ 6 മണിക്ക് വരെ എടുക്കും സമയം ചെയ്യാനായിട്ട്. ഈ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വെട്ട്, കുത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ തുടർന്നുള്ള മരണത്തിൽ ഈ ആയുധങ്ങൾ എന്താണ് ഉപയോഗിച്ചതെന്നൊക്കെ കണ്ടെത്താൻ വേണ്ടി പോലും പരിശോധനകൾ നടത്തേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. അതിൻ്റെ സന്ദർഭം വരുന്നത്, ഈ ഉപയോഗിച്ച ആയുധം ഈ ബോഡി ക്യാവിറ്റി എന്ന് പറയുന്നത് സ്കൾ ക്യാവിറ്റി, പിന്നെ ചെസ്റ്റ് ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റി. അതിൽ കുത്തി ഇറക്കുമ്പോൾ ഈ വെപ്പൺ സിംഗിൾ എഡ്ജ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രം മൂർച്ച, അല്ലെങ്കിൽ ഡബിൾ എഡ്ജ്ഡ് എന്ന് പറയുമ്പോൾ 2 തലയും മൂർച്ചയുണ്ട്. അത് കുത്തി ഇറക്കുമ്പോൾ ആ ഇഞ്ചുറിക്ക് വ്യത്യാസങ്ങൾ വരും. അത് വെച്ചിട്ട് നമുക്ക് സിംഗിൾ എഡ്ജ്ഡ് ആണോ ഡബിൾ എഡ്ജ്ഡ് ആണോ എന്ന് പറയാൻ പറ്റും. അതല്ലാതെ ഈ ഡബിൾ എഡ്ജ്ഡ് വെപ്പൺ, സിംഗിൾ എഡ്ജ്ഡ് വെപ്പൺ വെച്ചിട്ട് നമ്മുടെ ആംസിലും പിന്നെ നമ്മുടെ കാലിലൊക്കെ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻസൈസ്ഡ് ഉണ്ടെന്ന് പറയും. ഈ ഇൻസൈസ്ഡ് കൊണ്ട് ലൈറ്റ് കട്ടിങ് വെപ്പൺ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് കത്തിയൊക്കെ ആണെങ്കിൽ ലൈറ്റ് കട്ടിങ് വെപ്പൺ, അതുപോലെ ഹെവി കട്ടിങ് വെപ്പൺ എന്ന് പറയുന്നത് വാള്, പിന്നെ വെട്ടുകത്തി, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും വരുന്നതെല്ലാം ഇൻസൈസ്ഡ് കൊണ്ടാണ്. അപ്പോൾ വൂണ്ടിൻ്റെ നേച്ചർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഹെവി കട്ടിങ് ആണോ ലൈറ്റ് കട്ടിങ് ആണോ എന്നുള്ളത്. ഈ വാള് തന്നെ നമുക്ക് ഇതിനകത്തും കുത്തി ഇറക്കാം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്കിത് പറയാൻ പറ്റും ഏത് വെപ്പണാണ് യൂസ് ചെയ്തതെന്നുള്ളത്. ഇപ്പോൾ ഒരാൾ മറ്റൊരാൾ കുത്തുന്നതും ഒരാൾ സ്വയം കുത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റുമോ? ഈ സ്വയം കുത്തുമ്പോൾ ഒറ്റ കുത്തിന് അത് ചെയ്യത്തില്ല. ചെയ്യുന്ന സിറ്റുവേഷനുണ്ട്. അങ്ങേർക്ക് മാനസികമായിട്ടുള്ള വിഭ്രാന്തിയോ അല്ലെങ്കിൽ മാനസിക അസുഖമുള്ളവരോ കാണുന്നുണ്ടെങ്കിൽ ഒറ്റ കുത്തിൽ കുത്താം. അതെന്തുകൊണ്ടാണ് ഒറ്റ കുത്തിൽ? അത് പുള്ളിയുടെ അതിനുള്ള കൺട്രോളില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരിച്ചറിയാനുള്ള ഇതില്ല. അതല്ല, തിരിച്ചറിയാൻ കഴിവുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഒറ്റ കുത്തി? അത് പുള്ളി ഒരു നമുക്ക് എന്താ പറയുക, പുള്ളി ആ കറേജ് അല്ലെന്നുണ്ടെങ്കിൽ ധൈര്യം സംഭരിച്ചെടുക്കാനായിട്ട് കുറേ താമസിക്കും. അപ്പോൾ ആരും ധൈര്യം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും സ്വയം കുത്തി വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കത്തില്ല, ഒരു ആഴത്തിലുള്ള കുത്തത്തില്ല. അതിനു മുമ്പായിട്ട് പല പ്രാവശ്യം ചെറിയ ചെറിയ കുത്തുകൾ കുത്തിയതിന് ശേഷമേ, ധൈര്യം സംഭരിച്ചതിന് ശേഷം മാത്രമാണ് ഫൈനൽ കുത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ ഇത് വരും. ആദ്യത്തേതൊക്കെ സൂപ്പർഫിഷ്യലായിരിക്കും, പുറമേ ഉള്ളതായിരിക്കും. പിന്നെയാണ് ഒരു കുത്ത് നമുക്ക് ഇത് പോകുന്നത്. അതുപോലെ കഴുത്ത് മുറിക്കുന്ന ആദ്യം ചെറിയ ചെറിയ മുറിവായിരിക്കും. പിന്നെ അങ്ങനെ ധൈര്യം സംഭരിക്കുമ്പോൾ വലിയ കട്ടായിട്ട് വരും.
അപ്പോൾ ഇതിനകത്ത് ഒരു മനുഷ്യൻ്റെ മനഃശാസ്ത്രവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഈ സർവീസ് കാലഘട്ടത്തിനിടയിൽ ഏറ്റവും ദുഷ്കരമായിട്ട് നടത്തിയ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഓർമ്മയുണ്ടോ? ഒരു 2 ഫയർ ആം ഇഞ്ചുറി കേസ്, ആ തോക്കുകൊണ്ട് വെടിവെച്ചത്. ആ ഒന്ന് ഈ ചാവക്കാടിനകത്തൊരു പാലയൂർ ചർച്ചുണ്ട്. ആ അപ്പോൾ അതിലെന്താന്ന് പറഞ്ഞാൽ കേസൊക്കെ അതിൻ്റെ ട്രയലൊക്കെ കഴിഞ്ഞു. ഈ ചാവക്കാടിൽ ഒരു ഹോൾസെയിൽ മർച്ചൻ്റ് ഉണ്ടായിരുന്നു, ജോണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ബിസിനസ് റൈവലറിയാണ്. അപ്പോൾ ഒരു ദിവസം സന്ധ്യ നേരം നല്ല കൊരിച്ചൊരിയുന്ന മഴ, ഒരു വെടിവെച്ച കേട്ടു, ഇങ്ങനെ ചെയറിൽ ഇരുന്നിട്ട് മറിഞ്ഞടിച്ച് തറയിൽ വീണു. അപ്പോൾ പോലീസിൻ്റെ ഭാഷയെന്ന് പറഞ്ഞാൽ ആരോ ബോംബ് പൊട്ടിച്ചു എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഈ പിറ്റേ ദിവസം ബോഡി ഹൃദയാഘാതം മൂലം മരിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ബോഡി കൊണ്ട് മറവ് ചെയ്യുന്നു. അതായത് ബോംബ് സ്ഫോടനം നടക്കുന്ന ശബ്ദം കേട്ട് ബോംബ് സ്ഫോടനമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ സർട്ടിഫൈ ചെയ്തു അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. ശരി. ബോഡി മറവ് ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത്, ഈ മകന് അതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് RDOക്ക് കംപ്ലയിൻറ്റ് ചെയ്തു. RDO എക്സിമിനേഷന് ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുത്തപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറഞ്ഞു അത് മരണകാരണം ഹാർട്ട് അറ്റാക്കാണ്. പക്ഷേ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയത് ഓട്ടോറിക്ഷയിലാണ്. ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയപ്പോൾ ഓട്ടോറിക്ഷയിൽ ഒരു ആണി അതിനകത്ത് വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിൽ കൊണ്ടിട്ട് ഇവിടെ ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വേറെ സംശയമൊന്നുമില്ല, ഇത് ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ അന്നത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഇത് നടന്നത് ഈ പാലയൂർ ചർച്ചിൽ പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ 8:30 അവിടെ എത്തി. അസാധാരണമായൊരു കാഴ്ചയെന്ന് പറയുന്നത്, ഈ ഡെഡ് ബോഡി ഓൾറെഡി എക്സ്യൂംഡ്. നാട്ടുകാരല്ല, പോലീസ് ആൾക്കാർ സാധാരണ ഈ എക്സ്യൂം ചെയ്യുന്നതിന് മുമ്പ് സർജൻ അവിടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും അവരുടെ പ്രസൻസിലാണ്. എന്താന്ന് പറഞ്ഞാൽ ബോഡി റിക്കവർ ചെയ്തെടുക്കുമ്പോൾ അഡീഷണൽ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകരുത്. എങ്ങനെ എടുക്കണം എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നുമല്ല, അത് ബോഡി എടുത്തു കഴിഞ്ഞു, എന്നിട്ട് ബോഡി ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. ബോഡി ക്ലീൻ ചെയ്യുന്നു. അപ്പോഴെനിക്കിത് കണ്ടപ്പോഴേ ഞാൻ റിയാക്ട് ചെയ്ത് അന്നത്തെ ASP ആയിരുന്നു, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് ചെയ്തത് തെറ്റായിപ്പോയി, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല, ഞാൻ വന്നതിന് ശേഷം തുടങ്ങിയാൽ പോരെ. അപ്പോൾ ഞാൻ ബോഡിയുടെ അടുത്ത് പോയി നോക്കിയിട്ട് പറഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്ക് ഒന്നുമില്ല, ഇത് തോക്കുകൊണ്ട് വെടിവെച്ചാണ്. അതെങ്ങനെ സാറിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി? അത് കാണാൻ പറ്റും, പറയാൻ പറ്റും. അത് എന്നിട്ട് ഇഞ്ചുറിയുടെ ഷേപ്പ് വെച്ച് പറയാൻ പറ്റും. ഏതാ ഇഞ്ചുറിയുടെ ഇത് വെച്ചിട്ട് നമുക്കത് പറയാം, ഇത് ഫയർ ആം ഇഞ്ചുറി ആണോ അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തിയാണോ എന്നൊക്കെ പറയാൻ പറ്റും. ഇത് അടക്കിയിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും? അതൊരു ഒരാഴ്ച. അപ്പോഴത്തേക്കും ബോഡി DK ഒക്കെ ആയില്ല? അല്ല, DK ആയിട്ടില്ല, അത്രയും DK ആയിട്ടില്ല. നമുക്ക് ഈ ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് എല്ലാം മേക്കൗട്ട് ചെയ്യാൻ പറ്റും. മേക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഡ് ബോഡി എടുത്ത് ടേബിളിൽ കിടത്തി. ടേബിളിൽ കിടത്തുന്നതിന് മുമ്പായിട്ട് എല്ലാ ഫയർ ആം ഇഞ്ചുറി കേസിലും എക്സ്റേസ് എടുക്കണമെന്നുണ്ട്. എക്സ്റേസ് എടുക്കുന്നതിൻ്റെ കാര്യം, ഒരു ബുള്ളറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബുള്ളറ്റിൻ്റെ ലൊക്കേഷൻ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ബുള്ളറ്റ് ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ഇത് ഏൽപ്പിക്കണം. അത് ഇറ്റ് ഈസ് എ മസ്റ്റ്. പക്ഷേ എക്സ്റ്റേണൽ വൂണ്ട് ഓഫ് എൻട്രിയും വൂണ്ട് ഓഫ് എക്സിറ്റും ആണ് വരുന്നത്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്രൊപ്പൽഷൻ ആർ ദി വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്. അപ്പോൾ ഇതിൽ എക്സ്റ്റേണൽ ഈ വൂണ്ട് ഓഫ് എക്സിറ്റ് ഇല്ല, വൂണ്ട് ഓഫ് എൻട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ്റേ എടുക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡെഡ് ബോഡി എടുത്ത് എക്സ്റേ എടുക്കാൻ കൊടുത്തപ്പോൾ ഒരു ഹോസ്പിറ്റലിലും സമ്മതിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ചീഞ്ഞഴുകിക്കൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡി ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവസാനം എക്സ്റേ എടുക്കാതെ കൊണ്ടുവന്ന് ഞാൻ ഓട്ടോപ്സി തുടങ്ങി. ഓട്ടോപ്സി തുടങ്ങിയപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ സൈഡിലായിട്ടുള്ള ഇഞ്ചുറി ചെസ്റ്റ് കാവിറ്റിക്കകത്ത് കയറിയിട്ട് ലങ് പെനിട്രേറ്റ് ചെയ്ത് പോയൊക്കെയാണ്. അതിനുശേഷം ഒന്നും ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം ചെസ്റ്റ് കാവിറ്റിയിൽ ഏകദേശം 2 ലിറ്ററോളം ബ്ലഡും ബ്ലഡ് ക്ലോട്ടും ഉണ്ട്. അപ്പോൾ ലങ്ങൊക്കെ ഡിസെക്ട് ചെയ്തു, കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ചുമക്കുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് വെളിയിൽ പോകാം. ഈ ട്രക്കിയ അന്നനാളം ശ്വാസനാളമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെളിയിൽ പോകാം. പിന്നെ ഡീകമ്പോസിഷൻ സമയത്ത് ബോഡി അഴുകുന്ന നേരത്ത് ഈ പ്രഷർ വന്നിട്ട് ഇൻട്രാ തൊറാസിക് പ്രഷർ എന്ന് പറയും, ഈ ബാക്ടീരിയൽ ആക്ഷൻ കൊണ്ട് ഗ്യാസ് കളക്ട് ചെയ്യും. എന്നിട്ട് അപ്പോഴും ഈ ബുള്ളറ്റ് വെളിയിലോട്ട് വരാം. അപ്പോൾ
ഇതൊന്നും കാണാനുള്ള ഒരു സന്ദർഭം എനിക്ക് കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബോഡി ഓൾറെഡി ഇത് വെയർ ക്ലീനിങ്. ഓട്ടോപ്സി കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുഴിക്കകത്ത് ഇറങ്ങി കംപ്ലീറ്റ് പരതി, കൈകൊണ്ട് തന്നെ പരതി, കിട്ടിയില്ല. പിന്നെ ഈ ഓട്ടോപ്സി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻറ്റസ്റ്റൈൻസ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഒക്കെ തുറന്ന് മുറിച്ച് നോക്കി, അപ്പോഴും ബുള്ളറ്റ് കിട്ടിയില്ല. പിന്നെ ഈ വൂൺ ട്രാക്ക് എന്ന് പറയും, ഇതെങ്ങനെയാണ് പോയിട്ടുള്ളത്, കടന്നു പോയിക്കുന്നത്, അത് മുറിച്ചെടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുളങ്ങത്താവ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നിട്ട് അതിന് അടുത്ത് തന്നെ എക്സ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്ന് എക്സ്റേ എടുത്തിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത്, ഈ ASP പറഞ്ഞു ഈ ആൾ ധരിച്ചിരുന്ന ഷർട്ട് ചാവക്കാട് സ്റ്റേഷനിലുണ്ട്, നമുക്കതൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് കൺഫേംഡ് ആണ് എന്ന് പറഞ്ഞാൽ, ഈ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് എത്ര ഡിസ്റ്റൻസിൽ നിന്നാണോ വെടിവെക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ ബ്ലാക്കനിങ്, ഈ എല്ലാം തീ, ബുള്ളറ്റ് ഒരു റിവോൾവറിൽ നിന്ന് ഫയർ ചെയ്യുമ്പോൾ പോകുന്നത് തീ, പിന്നെ അൺബേൺഡ് പൗഡർ പാർട്ടിക്കിൾസ്, അതിനെ നമ്മൾ ടാറ്റൂയിങ് എന്ന് പറയും. ഈ സ്കിന്നകത്ത് പിയേഴ്സ് ചെയ്തിരിക്കും കാർബൺ പാർട്ടിക്കിൾസ്. പിന്നെ കംപ്ലീറ്റ്ലി ബേൺഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡാർക്ക് സ്മഡ്ജിങ് എന്ന് പറയും, അത് തൂത്താലത് പോവും. ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് റേഞ്ച് ആണെന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ സംഭവിച്ചേക്കുന്നത് ക്ലോസ് റേഞ്ച് ആണ്. പക്ഷേ ഈ പറയുന്ന ടാറ്റൂയിങ്, സ്മഡ്ജിങ് എല്ലാം ഈ ഷർട്ടിലാണ് വന്നേക്കുന്നത്. ശരി, അത് ഷർട്ട് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണൽ വൂണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊരു ആംഗിളിൽ നിന്നാണ് വെടിവെച്ചേക്കുന്നത്. സാധാരണഗതിയിൽ 90 ഡിഗ്രീസിൽ വെടിവെക്കുകയാണെങ്കിൽ ഇത് സർക്കിളായിട്ട് വരും, ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഓവലായിട്ട് വരും. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പറയാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൺഫർമേഷനാണ്, പക്ഷേ പ്രൊഫസറെ കൂടെ കാണിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഷർട്ടും പൊതിഞ്ഞ് വാങ്ങിച്ച് നേരെ ഇങ്ങോട്ട് വന്ന് സാറിനെ കാണിച്ചു. സാറും 100% എഗ്രി ചെയ്യുന്നുണ്ട്. ബട്ട് ബുള്ളറ്റ് റിക്കവർ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ബുള്ളറ്റ് ഇഞ്ചറി എന്ന് പറഞ്ഞ് കൊടുക്കണമെന്ന് ചോദിച്ചു. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അത് ഞാൻ കൺഫേംഡ് ആണ്, എന്നാലും റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് പ്രൊജക്റ്റൈൽ എന്നുള്ള രീതിയിൽ ഒപ്പീനിയനൊക്കെ കൊടുത്തതിന് ശേഷം സംഭവിക്കുന്നത്, അന്നത്തെ DIG പ്രൊഫസറെ അങ്ങോട്ട് വിളിച്ചിട്ട് അവർ തമ്മിൽ വഴക്കായി. നിങ്ങളെന്തിനാ ഷർട്ടിൻ്റെ ഇതൊക്കെ എഴുതാൻ പോയത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചോദിച്ച് കയർത്തു. അവർ വഴക്കായി പിരിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ MD എക്സാമിനേഷൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി അങ്ങോട്ട് പോയി 1990. പോയപ്പോഴും മനോരമയിലൊരു പത്രവാർത്ത കണ്ടു. എന്ന് പറഞ്ഞാൽ ഡോക്ടർ ജോർജ് പോൾ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് പ്രൊഫസറായിരുന്നു. ജോർജ് പോൾ സാറും പിന്നെ ഡോക്ടർ ഉമാദത്തിനും ഇത് റീപോസ്റ്റ്മോർട്ടം ചെയ്തു. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് അവർ ബുള്ളറ്റ് റിക്കവർ ചെയ്തു. ഏതായാലും സെഷൻസ് കോടതിയിൽ ഹിയറിംഗ് വന്നു. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. ആ അക്യൂസ്ഡ് മഞ്ചേരി എന്നുള്ളൊരു അക്യൂസ്ഡ് ആയിരുന്നു. റൈവലറിയാണ്, ബിസിനസ് റൈവലറി, അതിനാണ് കൊന്നത്. പക്ഷേ അതിൻ്റെ ഇത് വെദർ ഹി വാസ് അക്യൂറ്റഡ് ഓർ കൺവിക്റ്റഡ് ഐ ഡോണ്ട് നോ. ഓക്കെ, വേറെ ഒരു കേസും ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നത് ചേർപ്പിൽ നിന്നും ഡൽഹിയിലേക്ക് JK ഫാർമസ്യൂട്ടിക്കൽസിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ട്രെയിനിങ്ങിന് പോയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഡൽഹി പോയതിനു ശേഷം വീട്ടിൽ വിളിച്ച് പറഞ്ഞു നാളെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കാം. പക്ഷേ വിളിച്ചിട്ടില്ല. അങ്ങനെ അവരുടെ ബന്ധു, ഡൽഹിയിലുള്ള ബന്ധുവിൻ്റെ അടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോഴാണ് ഈ പർട്ടിക്കുലർ വ്യക്തിയെ ഒരു പിക്കറ്റ് ഫെൻസിൽ പുറത്ത് കിടക്കുന്നത് കണ്ടത്. എന്നിട്ട് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ക്രൈനിയോ സെറിബ്രൽ ട്രാമ എന്ന് പറഞ്ഞാൽ തലയ്ക്കും തലയോട്ടിക്കും ബ്രെയിനിനും പറ്റിയ ഡാമേജ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷേ ബന്ധുക്കൾ അതിൽ തൃപ്തരല്ല. റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് തൃശ്ശൂർ വന്നു. ഞാൻ തന്നെ അത് ചെയ്തു. ബോഡി തൃശ്ശൂർ കൊണ്ടുവന്നു, എംബാം ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് വെച്ചിട്ട് ഞാനിത് പറഞ്ഞു ഇത് ഷോട്ട് ഗൺ ഇഞ്ചുറിയാണ്. അതിൽ നിന്നും ഷോട്ട് ഗണ്ണിൻ്റെ ഒരു പെല്ലറ്റ്, ആ റൗണ്ട് ഇതിൻ്റെ പെല്ലറ്റ് ഞാൻ റിക്കവർ ചെയ്തു. എവിടെ നിന്ന് കിട്ടി? ഇവിടെ ഇത് മാലാർ മിനിറ്റ്സ് എന്ന് പറയും. ഇവിടെ തറച്ചിരിക്കുകയായിരുന്നു. ഇതിനകത്തേക്ക് കയറി അത് മുക്കാൽ ഭാഗത്ത് കയറി, കാൽഭാഗം വെളിയിൽ പ്രൊജക്ട്. അങ്ങനെ നിന്നിട്ട് ഇതിനു മുമ്പ് സർജറി പോസ്റ്റ്മോർട്ടം നടത്തിയവർ എന്തുകൊണ്ടാണ് അത് കാണാതെ പോയത്? സാറേ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ദർ ആർ സം. അല്ല, അവർക്ക് ഇത് എടുത്ത് കളയെങ്കിലും ചെയ്തുകൂടെ? ചെയ്തില്ല.
അതാണ് ഞാൻ പറഞ്ഞത്, ട്രൂത്ത് ആൾവേസ് പ്രിവെയിൽസ് എന്ന്. അത് ചെയ്തില്ല. അപ്പോൾ അവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണിതിൽ. അത് കഴിഞ്ഞിട്ട് ഇത് ഒപ്പീനിയൻ ഫയർ ആർം ഇഞ്ചറി ആണെന്ന്. ഇതുകൊണ്ട് ഇത്രയും അല്ല, ഇവിടെ മാത്രമല്ല, ഇത് തലയ്ക്കകത്ത് പോയിട്ടുണ്ട്, ഈ ക്രൈനൽ ക്യാവിറ്റിക്കകത്ത് ഇത് പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും കിട്ടിയില്ല. എക്സ്റേ അവർ തല തുറന്നത് പോലും ഇല്ല. ഞാൻ എക്സ്റേ ഒക്കെ എടുത്തിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ബ്രെയിനിൽ ഇഞ്ചുറീസ് ഉണ്ട്. അവസാനം ഇത് കോടതിയിൽ കേസ് വന്നു. പക്ഷേ ഒരു കമ്മീഷനെ എംപ്ലോയ് ചെയ്തപ്പോൾ അവർ കൊടുത്ത ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇവനൊരു മെൻ്റൽ പേഷ്യൻ്റാണ്, മാനസികമായിട്ട് വിഭ്രാന്തിയുള്ള ആളാണ്. ഇങ്ങനെ മരിച്ചത് മറ്റേ പ്രേതം അങ്ങയുടെ ദേഹത്ത് കയറിയിട്ടാണ്. അതുകൊണ്ട് അങ്ങേര് സ്വന്തമായിട്ട് ഈ പിക്കറ്റ് ഫെൻസ് അല്ലെങ്കിൽ ഈ ഇരുമ്പഴിയിൽ പോയിട്ട് തല പല പ്രാവശ്യം മുട്ടി, ഫോഴ്സ്ഫുൾ ഇത് സ്ട്രൈക്ക് വന്നിട്ടാണ് ആൾ മരിക്കുന്നത്. ശരി, വിചിത്രമായൊരു ഫോറൻസിക് സർജൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്തത്. അങ്ങേർക്ക് ഒരു 60 വയസ്സുണ്ട്. അങ്ങേര് കല്യാണം കഴിച്ചത് ഒരു 16 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ ഇങ്ങേര് എല്ലാ ദിവസവും രാവിലെ മീൻ വിൽക്കാനായിട്ട് പോകും, രാത്രിയാണ് വരുന്നത്. പക്ഷേ ആ സമയം ഷി വാസ് പ്രാക്ടീസിങ് പ്രോസ്റ്റിറ്റ്യൂഷൻ, ബോത്ത് റിസ്റ്റ്, പിന്നെ ബോത്ത് ആംഗിൾ. അവിടെയൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് അടിച്ചിട്ട് ഈ ബോണൊക്കെ വെളിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ മുങ്ങി മരണമുണ്ട്, കൊലപാതകത്തിന് ശേഷം ജലാശയത്തിൽ കൊണ്ടുപോയി ഇട്ട കേസുകളുണ്ട്. ഇത് തമ്മിൽ എങ്ങനെയാണ് സാധാരണ തിരിച്ചറിയുക? സ്വയം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മനസ്സ് മടുത്തിട്ട് മരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയായിരിക്കും കഴിക്കുന്നത്. 100ഉം 200ഉം ഒക്കെ വെട്ടൊക്കെ കൊടുത്ത് മുഖമൊക്കെ വികൃതമാക്കിയ രീതിയിലൊക്കെ കിട്ടിയ മൃതദേഹങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് വരുമല്ലോ. കണ്ണ് ചുഴുന്നെടുത്തു. അതുകൂടാതെ തലയിൽ പല പ്രാവശ്യം ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ചു കൊന്നു. അതെവിടെയാണ് സംഭവം? അത് മലപ്പുറം തിരൂരിൽ. അപ്പോൾ അങ്ങേരുടെ മെയിൻ വിനോദം എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സുമായിട്ടിരുന്ന് വെള്ളമടിക്കുക, അത് കഴിഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂഷൻ. ട്രെയിൻ തട്ടിയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അതിന് എങ്ങനെയാണ് ഇതിൽ ഏത് തരത്തിലുള്ള മരണമാണെന്ന് തിരിച്ചറിയുന്നത്? ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോൾ ഒരു ഇഞ്ചുറിയെ കാണുന്നുള്ളൂ, ഈ റൈറ്റ് സൈഡ് ഓഫ് ഫോർഹെഡ്. ഇവിടെ ഒരു ഡിപ്രസ്ഡ് ഫ്രാക്ചർ.